മനോജ് എബ്രഹാം. മനോജ് എബ്രഹാമിന്റെയും അവസ്ഥ നമുക്കറിയാം. അതും വേറൊരു അവസ്ഥയിലേക്ക് പോയി. പുള്ളി സുവിശേഷവും ഭക്തിമാർഗവുമായിട്ടൊക്കെ ഇപ്പൊ നടക്കുകയാണ്. ഇനി അന്ന് ഇതിൽ ആർക്കും അറിഞ്ഞൂടാത്ത ഒരാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്ന് റാന്നി തഹസിൽദാരായിരുന്ന ഒരാളായിരുന്നു ഈ പറഞ്ഞ വനിതകളൊക്കെ പോലീസ് പ്രൊട്ടക്ഷൻ ഈ സന്നിധാനത്ത് എത്തിക്കാനുള്ള സ്പെഷ്യൽ ഓർഡറുകൾ ഇറക്കിക്കൊണ്ടിരുന്നത്. അതായത് പത്തനംതിട്ട SP ഓഫീസറുകൾ ഓർഡറുകൾ അയക്കുന്നത് റവന്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ തഹസീൽദാരായിരുന്നു. ആരായിരുന്നു ആ തഹസീൽദാർ എന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ പ്രേക്ഷകർ ഞെട്ടും. നവീൻ ബാബു എന്നായിരുന്നു ആ തഹസീൽദാരുടെ പേര് കേട്ട് ഞെട്ടണ്ട. നമുക്കറിയാം, വളരെ സങ്കടകരമായി തന്നെ അല്ലേ, ദൗർഭാഗ്യകരമായ ഒരു ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ADM നവീൻ ബാബു അന്ന് റാന്നി തഹസീൽദാരായിരുന്നു. അദ്ദേഹമാണ് ഈ വനിതകൾക്ക് അവിടെ കയറാനുള്ള ഓർഡർ ഒപ്പിടുകയും ഇത് കൃത്യമായി സർക്കാർ നിർദ്ദേശപ്രകാരമാണ്. പിന്നെ അദ്ദേഹം പാർട്ടിയുടെ വലിയ വിനീതനായിരുന്നു. CPM കാരനായിരുന്നു അല്ലെ. ഒടുവിൽ അദ്ദേഹത്തിന്റെ അന്ത്യവും ഒരു വനിതയുടെ വാക്കുകൾ കൊണ്ട് മനം നൊന്താണ് അദ്ദേഹവും ആത്മഹത്യയാണെന്ന് പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അത് സംബന്ധിച്ച തർക്കങ്ങൾ നടക്കുന്നതേ ഉള്ളൂ അല്ലേ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സുദർശൻ, ഈ കർമ്മ എന്ന് പറയുന്നത് ശബരിമലയുടെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുമായി സംസാരിക്കുന്നു.